SFIO അന്വേഷണം തുടരും. SFIO അന്വേഷണം അന്വേഷണ ഏജൻസിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വന്നിരിക്കുന്നത്. കോർട്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം തിരിച്ചടിയായി മാറുന്നു. SFIO എന്ന അന്വേഷണ ഏജൻസിക്ക് വളരെ വേഗത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താം. എക്സാലോജിക്കിന്റെ രേഖകൾ പിടിച്ചുവെക്കാം. വേണമെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാം, അറസ്റ്റ് ചെയ്യാനടക്കമുള്ള സാധ്യതകളിലേക്ക് നീങ്ങാമെന്ന പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. എക്സാലോജിക് കമ്പനിക്ക് അങ്ങേയറ്റം തിരിച്ചടി. ഈ കമ്പനി SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് അങ്ങേറ്റം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടവെക്കുന്ന വിധിയായി ഇത് മാറുന്നു എന്നതാണ്. CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം എന്താണെന്ന് പ്രസക്തമാണ്. പ്രതിപക്ഷ ചേരിയിലുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഈ SFIO അന്വേഷണത്തിന് ഇടവെച്ച ഷോൺ ജോർജിന്റെ പരാതി ആണ് അത്തരം ഇടവെച്ചത്. അവരൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. വീണ വിജയന് കോടതിയിൽ നിന്നും തിരിച്ചടി. SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അന്വേഷണ ഏജൻസിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്ന പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുന്നു. സജിത്ത്, എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയാണ്. SFIO അന്വേഷണം തുടരാമെന്ന് ഇപ്പോൾ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ SFIOയുടെ തുടർ നീക്കം എന്തായിരിക്കും? കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകില്ല എന്ന്. എന്തായാലും കോടതിയിൽ നിന്നും വീണ വിജയന് തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ SFIOയ്ക്ക് അന്വേഷണവുമായി ഈ മാസപ്പടി വിവാദവുമായി മാസപ്പടി കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി തുടർ നീക്കം എന്തായിരിക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ സജിത്ത്? അതെ, അങ്ങേറ്റവും പ്രസക്തമായ നീക്കത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ SFIOയുടെ അന്വേഷണം, അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. മാസപ്പടി കേസിൽ പ്രധാനപ്പെട്ട നീക്കം ഇനി ഉണ്ടാവുന്നു എന്നതാണ്. മാസപ്പടി കേസിൽ വീണ വിജയന് തിരിച്ചടി. SFIO അന്വേഷണം തുടരാം. എക്സാലോജിക് എന്ന കമ്പനി നൽകിയ ഹർജി തള്ളി. വീണ വിജയന് രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കോടതി വിധിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ഇത് വീണ വിജയൻ എന്ന വ്യക്തിക്കുണ്ടായ തിരിച്ചടി മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരായി ഈ കോടതി വിധി മാറുന്നു എന്നതാണ്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് വീണ വിജയന്റെ വാദം പരിശോധിക്കാം. വീണ വിജയൻ പറഞ്ഞത് നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി ROC നടത്തുന്ന അന്വേഷണമുണ്ട്, പിന്നെ എന്തിന് മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഈ വാദം കോടതി അംഗീകരിച്ചില്ല. SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം, അതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന നിലപാട് തന്നെ ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കോടതി വിധി അങ്ങേയറ്റം പ്രധാനമുള്ളതാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതമടക്കം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിനിടയിലാണ് ഈ കോടതി വിധി വരുന്നത് എന്ന ഏറെ പ്രത്യേകത ഉണ്ടാക്കുന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കോടതി വിധി ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നീക്കം. എന്തായാലും കോടതിയുടെ നിരീക്ഷണങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാൻ അല്പം തടസ്സമുണ്ട്. കാരണം ഇതിന്റെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നാളെ മാത്രമേ അവർ അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പം കൂടി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ ചെറിയ തടസ്സങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വീണ വിജയന് അസാധാരണമായ തിരിച്ചടി കോടതിയിൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. മഞ്ജുഷ്.